അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയുടെ താരീഖിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന്. 1. യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ റമളാൻ, 3ാം വർഷം, ഷവ്വാൽ, അടിസ്ഥാന ലക്ഷ്യം, സഫർ, ബനു ഖുറൈള. ക്വസ്റ്റ്യൻ നമ്പർ 1. ഉഹദ് യുദ്ധം ഉണ്ടായ മാസം ഡാഷ്. ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചത് എഴുതുക. അതിൻ്റെ ആൻസർ ഷവ്വാൽ. 2ാമത്തെ ക്വസ്റ്റ്യൻ, ഉഹദ് യുദ്ധം ഉണ്ടായ ഹിജ്റ വർഷം 3ാം വർഷം. ഹിജ്റ 3ാം വർഷം എന്നാണ് അതിൻ്റെ ആൻസർ. 3ാമത്തെ ക്വസ്റ്റ്യൻ, ബദർ യുദ്ധം ഉണ്ടായ മാസം അത് റമളാനിലാണ്. അവിടെ റമളാൻ എന്നെഴുതുക. 4. മദീനയിലെ ജൂതഗോത്രം ബനു ഖുറൈള. 5. പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ച മാസം സഫർ മാസം. 6. സമാധാനം സ്ഥാപിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. അവിടെ അടിസ്ഥാന ലക്ഷ്യം എന്നാണ് കൊടുക്കേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 2. കോളങ്ങൾ പൂർത്തിയാക്കാം. ബ്രാക്കറ്റിൽ ബദർ യുദ്ധത്തിലെ മുസ്ലിം പക്ഷം എന്ന് കൊടുത്തിട്ടുണ്ട്. അതാണ് അവിടെ പൂരിപ്പിക്കേണ്ടത്. ഫസ്റ്റ് കോളത്തിൽ സ്വഹാബികൾ 313 ബദർ യുദ്ധത്തിലെ മുസ്ലിങ്ങൾ. കുതിരകൾ 3, ഒട്ടകങ്ങൾ 70, അങ്കികൾ 6. 3ാമത്തെ ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം. താഴെയുള്ള ക്വസ്റ്റ്യൻസിന് വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. 1. ബദറിൽ ശത്രുപക്ഷത്ത് നിന്ന് അബൂജഹൽ ഉൾപ്പെടെ ഡാഷ്. അവിടെ 70 പേർ കൊല്ലപ്പെട്ടു എന്നാണ് എഴുതേണ്ടത്. 2. യുദ്ധവും അക്രമവും ഒരിക്കലും ഇസ്ലാം ഡാഷ്. അവിടെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. 3. ബദറിൽ സ്വഹാബികളിൽ നിന്ന് 14 പേർ ഡാഷ്. അവിടെ ഷഹീദായി. 4. ബദറിൽ ശത്രുക്കൾക്ക് 600 ഡാഷ് 600 അങ്കികളുണ്ടായിരുന്നു. 5. ഉഹദിൽ ശത്രുപക്ഷത്തിന് 300 ഡാഷ്. അവിടെ ഒട്ടകങ്ങളുണ്ടായിരുന്നു എന്നെഴുതുക. 4ാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം. 1. ഉഹദിൽ ഷഹീദായവർ എത്ര? ഉത്തരം 70. 2. ഉഹദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? ഉത്തരം ശിരസിന് മുറിവേൽക്കുകയും മുൻപല്ല് പൊട്ടുകയും ചെയ്തു. 3. ഉഹദിൽ അമ്പെയ്ത്തിൽ വിദഗ്ധരായ 50 പേരെ ജബലുർ റുമാത്ത് എന്ന പർവ്വതത്തിൽ വിന്യസിച്ചു. എന്തിന്? ഉത്തരം പിന്നിൽ കൂടി വരുന്നവരെ തടയാനായിരുന്നു അത്. 4. ഗസ്വത്തും സരിയത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംബന്ധിച്ച യുദ്ധങ്ങൾക്ക് ഗസ്വത്ത് എന്നും അല്ലാത്തവർക്ക് സരിയത്ത് എന്നും പറയുന്നു. അതിന് 4 മാർക്കുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 5. ബദറിൽ തടവുകാരാക്കപ്പെട്ട ദരിദ്രരിൽ ചിലർ മോചനം നേടിയത് എങ്ങനെയാണ്? മദീനയിലെ 10 പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുക എന്ന വ്യവസ്ഥയിലാണ് മോചനം നേടിയത്. 5. പൂരിപ്പിക്കാം. ഉദിന ഡാഷ് യുഖാതലൂന ബി അന്നഹും ഡാഷ് വ ഇന്നല്ലാഹ അലാ ഡാഷ് ലഖദീർ. ഉത്തരം ഉദിന ലില്ലദീന യുഖാതലൂന ബി അന്നഹും ളുലിമു വ ഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ മറ്റു കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.